തക്കളി മോനെ എന്താ നീ ഉറങ്ങി അവിടെ ഇരുന്ന്? ഇല്ലമ്മ എഴുതി പഠിക്ക. ഒച്ചയൊന്നും കേൾക്കണില്ലല്ലോ. എഴുതി പഠിക്കുമ്പോ ഒച്ച എങ്ങനെ കേൾക്കണേ? ഒച്ചത്തിൽ പറഞ്ഞിട്ട് എഴുതിയാ മതി. നീ ഉറങ്ങും നീ കള്ളി. എന്താ പെണ്ണേ? ഒന്നുമില്ലമ്മേ. മഞ്ജു പേടിച്ചു പോയി. പേടി ഞാൻ ഒരു തമാശ പേടിച്ച പാത്രം എടുത്ത് നീ ഇപ്പൊ തല പൊട്ടിയനെ പഠിക്കാൻ പേടി തന്നെ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. വല്ല കള്ളന്മാര് വന്ന് കയറിയാലും അറിയില്ല കേട്ടോ. കള്ളന്മാര് പുറകെ കൂടി വന്ന് പേടിപ്പിക്കും. അല്ലെ എന്ത് മല മറിച്ചോട്ടെ ചുമ്മാ ഒരു മല വന്നിട്ട് മറിക്കാന്ന് വിചാരിച്ചു. എന്താണ്? ഒന്നുമില്ല. ഒരു തുള്ളിക്കളിയൊക്കെ എന്താ എഴുതുന്നേ? എഴുതി എഴുതി എന്താണ് എഴുതുന്നുള്ള ബോധം ഉണ്ടോ നിനക്ക്? കയ്യിൽ നിന്ന് പൈസ പൈസ ഞെട്ടരുത്, ബോധം കിട്ട് വീടരുത്. എത്രയുണ്ട്? 5000. ഒരു മല പറഞ്ഞ് വീഴും പോലെ ഉണ്ട്. എവിടുന്ന് കിട്ടി? അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ പറ്റില്ല. എവിടെന്നാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം. അതെ, ഞാന് ഇന്ന് സുരേന്ദ്രൻ മലയാളിയെ കണ്ട് ചുമ്മാ വെറുതെ കിട്ടുമില്ല എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ചുമ്മെങ്കിലും ചോദിച്ചു, മലയാളി ഒരു 5000 രൂപ കുറച്ച് ദിവസത്തേക്ക് മറിക്കാനായിട്ട് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അറിഞ്ഞു എന്നെ ഞെട്ടിച്ചുകൊണ്ട് എടുത്ത് തന്നു. പിന്നെ ഞാൻ ഉടനെ കൊടുക്കാന്നാ പറഞ്ഞത്. അത് സൗകര്യം പോലെ കൊടുക്കാം. എന്തിനിങ്ങനെ ഈ തെണ്ടാൻ പോണോ ക്ലീറ്റോ? ജോലിക്ക് പോയാ പോരെ? ഒരു 5000 രൂപ കിട്ടിയത് വലിയ കാര്യം തന്നെ. പിന്നെ കടം മേടിച്ചിട്ടല്ലേ കുടുംബത്ത് കൊണ്ടുവന്നത്? കടം മേടിച്ചു കഴിഞ്ഞാൽ കടമായാലും അത് കിട്ടുമ്പോൾ അത് മേടിക്കും. ഇങ്ങനെ കടം പെരുകി 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 ഈ വീടങ്ങ് മുങ്ങും. പിന്നെ ഇനി പൈസ ഉള്ളവന്മാർ അയാളൊക്കെ കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കൊണ്ട് നടക്കണതാണ്. ആർക്കും ഒരു മനുഷ്യരെ പാവങ്ങൾക്ക് കൊടുക്കില്ല. ഇതിപ്പോൾ എന്നെപ്പോൾ ഉള്ളവൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ബാങ്കൊക്കെ ഉണ്ടല്ലോ, ചില ലോണുകൾ കിട്ടാക്കടങ്ങൾ ഇങ്ങനെ എഴുതിത്തള്ളും. അതുപോലെ സുരേന്ദ്രൻ മുതലാളി ഇതും അങ്ങ് എഴുതിത്തള്ളും. എഴുതിത്തള്ളു. നിങ്ങളെല്ലാം കിണറ്റിലോട്ടും തള്ളിയിടുവോ? പിന്നെ ഇനി വരട്ടെ എന്നെ തള്ളാൻ. പൈസ കടമൊക്കെ എന്നാ കിട്ടും. അവന് കൊടുക്കാനുള്ള ഒരു 500 രൂപ ഉണ്ടല്ലോ, അത് കൊടുക്ക്. ആർക്ക് കൊടുക്കണ്ട 500 രൂപ? അയ്യോ മറന്നുപോയി. ആർക്ക്? ആർക്കാ? നീ ആരെ കാര്യം പറയണേ? കൊടുക്കാണ്ടെന്ന് പറഞ്ഞ എന്റെ ഹവീൽദാരല്ലേ എന്റെ അച്ഛന് കൊടുക്കാനുള്ളത്. കാനങ്ങനെ പൈസ കൊടുക്കാനല്ലേ 500? ഞാൻ എവിടെ കൊടുക്കാണ്ട് പൈസ? എന്തൊരു കള്ളനാണോ! മിനിഞ്ഞാന്ന് പിന്നെ എന്റെ പ്രേതം പോയാണ് മേടിച്ചത്. 500 ഗുണുവ. ഞാൻ വിചാരിച്ചു എത്രയോ ലക്ഷങ്ങൾ എന്താ ഞാൻ കൊടുക്കാനുള്ളത്. എടി 500 രൂപയല്ലേ ഉള്ളൂ. 500 രൂപയ്ക്ക് 500 രൂപ വേണ്ടേ? അവൻ നല്ല അന്തസ്സായിട്ട് പോസ്റ്റ് കയറി പറഞ്ഞു. അവൻ ചോദിച്ചു പൈസ. ഓ ഇങ്ങനെ നാണം കെട്ടവൻ. 500 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ വേണ്ട. ഇനിയിപ്പോ 500 രൂപയ്ക്ക് 50,000 രൂപ കണക്ക് പറഞ്ഞു. ഇപ്പൊ തന്നെ അങ്ങ് കൊണ്ട് കൊടുക്കുന്ന അവന് അത്യാവശ്യം ഉണ്ടാവും. ഇന്ന് ഇത് കിട്ടാതെ ഉറങ്ങൂലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറങ്ങണ്ട, ഞാൻ രാവിലെ കൊടുക്കണുള്ളൂ. രാവിലെ കൊടുത്താ മതി. കഷ്ടം തന്നെ. നീ സുരേന്ദ്രൻ മുതലാളി നിങ്ങളെ കാണുമ്പോ മുങ്ങും. കാരണം കാണുമ്പോ അവരുടെ ഇന്ന് പൈസ കടം മേടിക്കലല്ലേ. സുരേന്ദ്രൻ മുതലാളിയാ? അയാൾക്ക് ക്ലീറ്റോ എന്ന് പറഞ്ഞ ജീവനാടി, ജീവൻ. ചായ വേണോ? ചായ വേണ്ട. തണുത്ത വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ എടുക്കും. അയ്യോ ഫ്രിഡ്ജ് കേടായിപ്പോയി. ഫോൺ എടുക്കരുതെന്ന് പറയണ കുട്ടികളെ ഫോൺ എഴുത്. നീ ഫോൺ ഇവിടെ വെക്കാം. ഇല്ല തക്കളി, നീ എത്ര നേരം കളിക്കായിരുന്നു? കളിക്കാൻ വേണ്ട 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 വേണ്ട. ഇത് തീർത്തിട്ട് നീ കളിച്ചോ. അല്ലെങ്കിൽ ഒരു ചായ, ഇഞ്ചി ഇട്ടൊരു ചായ എടുത്തോ. എനിക്കറിയില്ല ക്ലീറ്റോ ഇഞ്ചി ഇട്ടെടുക്കാൻ. ചേട്ടന്റെ വീട് ഇതല്ല. എവിടെ? അവിടെയാണോ താമസം? എന്താണ് മോളെ? ക്ലീറ്റസ് ഇല്ലേ ഇവിടെ? എന്തോ? ക്ലീറ്റസ് ഇല്ലേ? ക്ലീറ്റോ ഇല്ല. എവിടെ പോയി? ക്ലീറ്റോ എവിടെയാന്നറിയില്ല, കൊറേ ദൂരെയാ. ഞാൻ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ക്ലീറ്റസിനെ ഒന്ന് കാണണ്ട, അത്യാവശ്യമുണ്ട്. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല മുതലാളി. എപ്പോ വരും? അതറിഞ്ഞൂടെ, ഇന്നും പറ്റില്ലായിരിക്കും.
വരുമ്പോ ഞാനൊന്ന് വളരെ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചെന്ന് പറയണം. മറക്കരുത് കേട്ടോ. ഇല്ല മറക്കോ? ഇല്ല മറക്കൂല. മുതലാളി വന്നു എന്ന് ഞാൻ പറയും. ശരിയെന്നാ. അയാള് ക്ലീറ്റോനെ കൊല്ലും. എന്താ പ്രശ്നം? അതെ, അയാളുടെ കയ്യിൽ നിന്ന് ഒറ്റ ക്ലീറ്റോ 5000 രൂപ കടം മേടിച്ചായിരുന്നു. അത് തിരിച്ചു മേടിക്കാൻ വന്നത്. ക്ലീറ്റോന് പൈസ കിട്ടിയിട്ടില്ല. കഷ്ടം. വല്ല കാര്യമുണ്ടോ? ഇങ്ങനത്തെ ആൾക്കാരെ നിന്നൊക്കെ മേടിച്ച് തിരിച്ചു കൊടുക്കണ്ടേ? അയാളുടെ മുഖം ഇരിക്കണുണ്ടോ? ഇനി എന്ത് ചെയ്യും? ഇപ്പൊ ഇന്ന് കൊടുക്കണോ? ആയിരിക്കും. അതായിരിക്കൂല വന്നത്. പേടിക്കൊന്നും വേണ്ട. ഇയാളെ പറ്റിക്കാനുള്ള വഴിയൊക്കെ ക്ലീറ്റോ ചേട്ടൻ അറിയാം. ക്ലീറ്റോ ചേട്ടൻ മുങ്ങി കടന്നോളൂ. എന്തിനും ടെൻഷനാവണേ? കുഴപ്പമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി മേലെ അയാളോട് മേടിക്കരുതെന്ന് പറയാം. ക്ലീറ്റോനെ വിളിച്ച് പറഞ്ഞാലോ? മുങ്ങി നടന്നോളെ. വേഗം വിളിച്ചു പറഞ്ഞു.